നിങ്ങൾ കാണാൻ പോകുന്ന നാടകത്തിലെ കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികമാണ്. ജീവിച്ചിരിക്കുന്നവരുമായോ മരിച്ചവരുമായോ സാദൃശ്യം തോന്നുന്നുവെങ്കിൽ തികച്ചും യാദൃശ്ചികം മാത്രം. അത് പിന്നെ ഞാൻ നാളെ ഇങ്ങോട്ട് തീരല്ലോ അല്ലേ, കുറച്ച് സ്ലൈസ് കൂടി കിട്ടാനുണ്ട്. ഓഹോ, സാർ എന്താ സാർ സ്ലൈസ് വേണം സാറേ? പോയി പണി ചെയ്യണേ പ്ലീസ്. നിങ്ങളോട് മൂന്നാമത് ഞാനിത് പൊളിച്ചടക്കും സാറേ. നീയൊക്കെ പൊളിച്ചാ ഞാൻ ഈ പരിപാടിയായി. അപ്പൊ ഓർമ്മ ഉണ്ടല്ലോ, നാളെ രാവിലെ 11 മണിക്ക്. സാർ ഒരു സംശയം, ഈ നടക്കും? ആ അതിന് ഹലോ, ആ അവരുടെ ഡിസൈൻ കണ്ട മൊത്തം പൊട്ടിക്കിടക്ക ആണല്ലോ. പെട്ടെന്ന് ഫിക്സ് ചെയ്താ തരാവടേ, നീ അടങ്ങ്. എന്നാലും നാളെ റിലീസാണ്. മാത്രമല്ല എന്റെ അപ്രൈസിലാണ് ഈ മാസം. പൊളിക്കാൻ എന്ത് കുഴപ്പമാണ്? പടുത്തുയർത്താനാണ് പാട്ട്. പൊളിക്കാൻ എന്നെ പ്രേരിപ്പിക്കരുത്. ഒരു സ്ത്രീയിൽ നിന്ന് പൊളിച്ചു തുടങ്ങിയാൽ നിർത്തില്ല. പൊളിച്ചടക്കം ആപ്ലിക്കേഷൻ മൊത്തവും തൽക്കാലം നീ പോ. നീ പഴപോക്കുകയാണ്. ഞാൻ പോകുന്നു. അപ്പാക്കാത്ത സൈറ്റിൽ ഈ കോഡ് ഞാൻ സൂക്ഷിക്കുന്നു. നിനക്കുമുണ്ടല്ലോ അപ്രൈസൽ മീറ്റിംഗ്. അന്ന് ഞാൻ വരും എന്റെ കോഡ് വാങ്ങി. അപ്പൊ കാണാം. സ്റ്റേജിലല്ലോ ടിക്കറ്റ് ഒരു മിനിറ്റ്. നിങ്ങൾക്കറിയാം ആമസോൺ സെർവർ? ആമസോൺ സെർവർ ഒരിക്കലും വളരെ പറഞ്ഞതാണ്. വ്യത്യാസത്തിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയ സെർവർ പഠിച്ചോളേ. സെർവറൊന്നും പണം വാക്കിയ ഇന്നപോലെ ഭയങ്കരം തന്നെ. കണ്ടാലും പറയും. ഏയ് അങ്ങനൊന്നുമില്ല. ആ അപ്പൊ ശരി, നമുക്ക് നാളെ നോക്കാം. സണ്ണി, നീ എവിടെയാ? എത്തിയേ പറ്റൂ. ഇവിടെ സംഗതി ആളെ പോകണം. സൈറ്റപ്പാ ഇല്ല, ഇവിടെ ഫ്രണ്ട് വരാൻ. നീ ഒന്ന് വെയിറ്റ് ചെയ്യും. നീ എത്തിയല്ലോ, നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്ക്. എന്റെ ഈ കാര്യം അറിയാം. എന്ത് വ്യത്യാസം? കാര്യം കുറച്ച് സീരിയസ് ആണ്. ഇത് പഴയ വെർഷനാണല്ലോ. ഇതിപ്പോൾ ഉപയോഗിക്കുന്നുണ്ടോ? ആരും പഴയ വെർഷനാണ്. ഇത് ലേറ്റസ്റ്റ് വെർഷനാണ്. ഒന്നുമല്ല, ഇത് പഴയ വെർഷൻ തന്നെയാണ്. ഇയാൾക്ക് ഒന്നും അറിഞ്ഞൂടാ. എനിക്കോ? ശരി ശരി, ഞാൻ പോകുന്നു. നമ്മൾ തർക്കിക്കണ്ട. നീ വാ, ഇത് ടെക്സ്റ്റല്ലേ, നമുക്ക് പോവാം. ഏയ് അത് ശരിയാവില്ല, സമയമില്ല. എല്ലാരും പോവല്ലേ, നീ വാ. അടേ ഏതൊരു കുട്ടിയെ കൊണ്ടുവന്നിട്ടുണ്ട്.
ഇതിനൊരു പരിഹാരം പറയാം. ഞാൻ അവനും എപ്പോഴെങ്കിലും എന്നെ വിളിക്കാൻ തോന്നില്ല. എവിടെയോ കണ്ടപ്പോ പേടി കിട്ടുന്നില്ല. അങ്ങ് എത്തണില്ലല്ലോ സാർ. അന്ന് ഇവിടെ കാണുമെന്ന് സ്വപ്നത്തിൽ തിരിച്ചില്ല. ആളെ വേണ്ടത്ര പരിചയമില്ലെന്ന് തോന്നുന്നു. തനി രാവണൻ 10 മോണിറ്റർ അവന്റെ ടേബിൾ. പ്രശസ്തമായ 3 കോഡുകൾ എഴുതിയത് ഇവനാ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. ആയിക്കോട്ടെ, BMA ആ കോൺട്രാക്ട് റൂം ബുക്ക് ചെയ്യാൻ പലതരത്തിലുള്ള വർക്കിംഗ് പ്ലാൻ. പക്ഷെ ഇതുപോലൊന്നും ആദ്യമാണ്. എന്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് പറയുക, ഇതിന് പരിഹാരമില്ല. വിട്ടെങ്കിൽ നിനക്കെങ്കിലും രക്ഷപ്പെടാം. താങ്കളെ ഞാൻ ഒരു സ്ഥാനത്താണ് കാണുന്നത്. എങ്കിലും എനിക്കിതിൽ നിങ്ങൾ നിക്ഷേപിക്കേണ്ടി വരും. ഞാനൊരു പ്രാർത്ഥന പോലെ അറിയിക്കേണ്ടി വരും. ഈ റിലീസിന് വേണ്ടി, എന്റെ അപ്രൈസലിന് വേണ്ടി. സംബന്ധിച്ച നിനക്ക് എന്ത് സഹായം വേണമെങ്കിൽ ചോദിച്ചു. ഞാനുണ്ട്. നീ ഇത് ഡെവലപ്പറിനെ അറിയിക്കണം. ഞാൻ പറയാൻ പോകുന്ന കാര്യം നീ ശ്രദ്ധിച്ചു കേൾക്കണം. ഈ സൈറ്റ് ഒരിക്കലും അപ്പാറില്ല. ഈ കാര്യം PM അറിയിക്കും. ഞാൻ ഇന്നലെ PMനോട് ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞു. പക്ഷെ എന്തിനകത്ത് പറയണം? ഒരു ദാക്ഷിണ്യമില്ല. ഓരോ ബുക്ക് ചെയ്തു. അതൊന്നും കണ്ടത് കേട്ടില്ല. സർവശക്തിയും എടുത്ത് തിരിച്ചു വരും. ലോഞ്ച് എത്ര മണിക്കാ? 11 മണിക്ക്. ലോഞ്ച് നടക്കില്ല. ഞാനിങ്ങനെ പറഞ്ഞാണല്ലോ. അതെന്താ പറ്റാതെ? പറ്റത്തില്ല പറഞ്ഞില്ലേ? அயோக்கிய நாயே, என்ன தைரியம் இருந்தால் நீ கண் முன்னாடி வந்து நிற்ப. இன்னைக்கு 11 மணி உன் கோடை உடைச்சு சைட்டை அப்பாக்கி ஓங்கார விடுவேன். ഞാനിപ്പോ എന്താ പറഞ്ഞത്? ഇല്ല, PM ഒന്നും പറഞ്ഞില്ല. ഇല്ല, ഞാൻ എന്തോ പറഞ്ഞു. ഇല്ല, നിങ്ങൾ ഒന്നും പറഞ്ഞില്ല. നിങ്ങൾക്ക് ഒന്നുമില്ല. എന്നാ ഞാൻ ഒരു ചായ കുടിച്ചിട്ട് വരട്ടെ. ശരി, സൂക്ഷിച്ചു പോയിട്ട് വരും. എനിക്ക് നിന്റെ ഒരു സഹായം ആവശ്യമില്ല. മതി, ഒറ്റോ. ഞാൻ പോകാം. പക്ഷെ ഒരു കാര്യം പറയാം. നീ ഏത് കമ്പനിയിൽ വേണമെങ്കിൽ കൊണ്ടുപോയിട്ട് അവർ ചെയ്തത് സൈറ്റിൽ. പക്ഷെ അത് വെറും ഒരു സ്ക്രീൻഷോട്ട് മാത്രമായിരുന്നു. സ്ക്രോൾ ബാർ നാവിഗേഷൻ വെക്കാതെ വെറും ഒരു പടം. ഞാനിനി എന്താ ചെയ്യേണ്ടത്? ഇത്രയും ഞാൻ ക്ഷമിച്ചില്ലേ? എനിക്ക് 2 മണിക്കൂർ കൂടി നീ തരണം. ഞാൻ എൻ്റെ പാസ്വേഡ് കളഞ്ഞിട്ടാണെങ്കിൽ സൈറ്റ് അപ്പാക്കി തരും. നീ എന്നെ പുറത്താ വരണം. നീ ആളുകളെ പുറത്തെടുക്കണം. പൊളിക്കണം. തേർഡ് ഫ്ലോറിലാണെന്ന് പറഞ്ഞ് നീ തേർഡ് ഫ്ലോർ എവിടെ? തേർഡ് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോർ. തേർഡ് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോർ പോലും. തേർഡ് ഫ്ലോർ ആയിട്ട് ഒരു സ്മരണേ. എന്ത് വീട്ടിലെ മണിയാ പറയുന്നു? തേർഡ് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോർ പോയില്ലപ്പോ പോകുന്നുണ്ടോ? നീ എന്നെ കൂടുതൽ മണ്ടനാക്കാതാ. ഒത്തൊരുമിച്ചാൽ മലയും പോലും. ഏതൊരു വിജയത്തിന് പിന്നിലും ഒരു കൂട്ടായ്മയുടെ കഠിന പ്രയത്നം കാണും.